ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശനിയുടെ കാഠിന്യം കുറയ്ക്കാൻ ചില പരിഹാര മാർഗങ്ങൾ. ശനിദശകാലത്ത് തികഞ്ഞ ഭക്തിയും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു മാറിയും നമുക്ക് ഈ ദശാകാലത്തെ നേരിടാവുന്നതാണ്. ശനിദോഷമുള്ളവർ എല്ലാ ശനിയാഴ്ചയും ശനീശ്വര ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമാണ്. അതോടൊപ്പം നെയ്വിളക്ക്, നീരാഞ്ജനം, അർച്ചന എന്നിവയെല്ലാം ശനിദേവന് അർപ്പിക്കാം. അതോടൊപ്പം ശനിയെ പ്രാർത്ഥിക്കുമ്പോൾ ശനിദോഷം അകറ്റിത്തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒരിക്കലും മറ്റു ദേവന്മാരുടെ അടുത്ത് പ്രാർത്ഥിക്കും പോലെ കാത്തു രക്ഷിക്കണമെന്ന് പറയരുത്. അത് ശനിദോഷം ഒന്നുകൂടെ കാഠിന്യം കൂടുതലാക്കി തരും. കാരണം ശനി എന്ന ദോഷം നമ്മെ വിട്ടകലുകയാണ് വേണ്ടത് എന്നത് പ്രത്യേകം ഓർക്കണം. ശനിദോഷമുള്ളവർ പൂജിക്കേണ്ട ദൈവം അയ്യപ്പനാണ്. ശനിയുടെ ദോഷങ്ങൾ മാറാൻ ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നതും ആ ദിവസം ഉപവാസം എടുക്കുന്നതും നല്ലതാണ്. പൂർണ്ണമായി ഭക്ഷണം ഉപേക്ഷിച്ചുള്ള ഉപവാസം ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഒരിക്കലൂണ് ഉപവാസവുമാകാം. ഈ ദോഷമുള്ളവർ പക്ക പിറന്നാൾ ദിവസങ്ങളിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ്. ശനിദോഷമുള്ളവർ ഭജിക്കേണ്ട ദൈവം അയ്യപ്പനാണ് അഥവാ ശാസ്താവാണ്. അയ്യപ്പ പൂജയ്ക്ക് പ്രധാനപ്പെട്ട ദിവസമാണ് ശനിയാഴ്ച. ഈ ദിവസം കറുപ്പ്, നീല വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. അന്ന് ക്ഷേത്ര ദർശനം നടത്തുന്നതും ദോഷം മാറാൻ സഹായിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ മീൻ, ഇറച്ചി, മദ്യം എന്നിവ ഉപേക്ഷിക്കുക. അന്നേ ദിവസം സൽപ്രവൃത്തികൾ ചെയ്യുകയും നല്ലത് മാത്രം ചിന്തിക്കുകയും നാമം ജപിക്കുകയും ചെയ്യുക. ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുന്നത് നല്ലതാണ്. തേങ്ങാമുറിയിൽ എള്ളുതിരി തെളിയിക്കുന്നതാണ് നീരാഞ്ജനം. എള്ളുതിരി കത്തിക്കുന്നതും എള്ളു പായസം, വഴിപാട് ഒക്കെ ശനിദോഷം മാറാൻ നല്ലതാണ്. വീട്ടിലെ പൂജാമുറിയിൽ എള്ള് സൂക്ഷിക്കുന്നതും നല്ലതാണ്. വെളുത്ത വൃത്തിയുള്ള തുണിയിൽ കറുത്ത എള്ള് പൊതിഞ്ഞാണ് സൂക്ഷിക്കേണ്ടത്. ശനിയാഴ്ചകളിൽ എള്ള് തിരി എള്ളെണ്ണയിൽ കത്തിക്കുന്നതും ഇതിന്റെ മണം ശ്വസിക്കുന്നതും ശനിദോഷം അകറ്റും എന്നാണ് വിശ്വാസം. ശനിദോഷമുള്ളവർ ഓം ശനീശ്വരായ നമ എന്ന മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. ഇത് 108 തവണയാണ് ജപിക്കേണ്ടത്. ദിവസവും സാധിച്ചില്ലെങ്കിൽ ശനിയാഴ്ച ദിവസം ഈ മന്ത്രം ജപിക്കുക. ശനിയാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ്. ഹനുമാൻ ക്ഷേത്രം ഇല്ല എങ്കിൽ ഹനുമാൻ ഉപദേവത ആയ ക്ഷേത്രങ്ങളിൽ പോകുന്നത് വളരെ ഉത്തമമാണ്. ഓം ആഞ്ജനേയ നമ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. ഇതും 108 പ്രാവശ്യം ജപിക്കണം. ഹനുമാനെ വെണ്ണ, അവൽ എന്നിവ നിവേദിക്കുന്നത് ശനിദോഷ പരിഹാരമാണ്. വെറ്റിലമാല, വടമാല എന്നിവയും ഹനുമാന് ചെയ്യുന്ന പ്രധാന വഴിപാടുകളാണ്. ഇവ ചെയ്യുന്നതും ദോഷപരിഹാര മാർഗമാണ്. ശനിയാഴ്ചകളിൽ രാവിലെ 6-നും 7-നും ഇടയിൽ ചോറും എള്ളും കലർത്തി 8 ഉരുളകൾ കാക്കയ്ക്ക് നൽകുന്നത് ശനിദോഷം തീർക്കാൻ സഹായിക്കും. ശനിയുടെ വാഹനമാണ് കാക്ക. അതിനാൽ കാക്കയെ പ്രീതിപ്പെടുത്തുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശനീശ്വരനെ മനസ്സിൽ വിചാരിച്ച് 1 ഉരുള ചോറ് കാക്കയ്ക്ക് നൽകുന്നത് വളരെ നല്ലതാണ്. മന്ത്രജപം ഒരു പരിധിവരെ ദോഷങ്ങൾ അകറ്റും എന്നാണ് വിശ്വാസം. ശനിദോഷം മാറാൻ സഹായിക്കുന്ന ഒന്നാണ് മയിൽപീലി. ഇതിനായി 8 മയിൽപീലി എടുത്ത് കറുത്ത ചരടുകൊണ്ട് കെട്ടിയ ശേഷം അത് വെള്ളത്തിൽ മുക്കി തളിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ശനിദോഷം മാറാൻ സഹായിക്കും എന്നാണ് വിശ്വാസം. ശനിദോഷ കാലത്ത് ഹനുമാൻ സ്വാമി, ഗണേശൻ എന്നിവരെ പ്രീതിപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. കാരണം ശനിയുടെ തന്ത്രങ്ങൾ തോറ്റുപോയത് ഹനുമാൻ സ്വാമിക്ക് മുന്നിലും ശ്രീ ഗണപതിക്ക് മുന്നിലുമാണ്. ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നവരെ ശനിദേവൻ ഉപദ്രവിക്കില്ല എന്ന് ഹനുമാൻ സ്വാമിക്ക് വാക്ക് കൊടുത്ത പുരാണ കഥകൾ വരെ വളരെ പ്രസിദ്ധമാണ്. ശനിദോഷകാലത്ത് നല്ല കർമ്മങ്ങൾ ചെയ്യുക. ഇതിനായി അന്നദാനം, വസ്ത്രദാനം, ക്ഷേത്ര ദർശനങ്ങൾ, കീർത്തന പാരായണങ്ങൾ എന്നിവയാകാം. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.